നമസ്കാരം. പ്രധാന വാർത്തകൾ. മറയൂരിൽ കാട്ടുപോത്താക്രമണം. വനം വകുപ്പ് താൽക്കാലിക വാച്ചർക്ക് പരിക്കേറ്റു. കാന്തല്ലൂർ വണ്ണാത്തുറൈ സ്വദേശി സി മണിക്കാണ് പരിക്കേറ്റത്. വൈകിട്ടോടെയാണ് മറയൂർ ചന്ദന റിസർവ് വനത്തിൽ വെച്ച് മണിക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ തുടയെല്ലിന് ഗുരുതരമായി പരിക്കേറ്റു. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഉടൻ മണിയെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് ഇദ്ദേഹത്തെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മണിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് കാട്ടുപോത്താക്രമണം രൂക്ഷമാണെന്നും നിരവധി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആക്രമണം ഏറ്റിട്ടുണ്ട് എന്നുമാണ് നാട്ടുകാരും അറിയിക്കുന്നത്. കാട്ടുപോത്തുകളെ തുരത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുകയാണ്. കൊട്ടിക്കലാശത്തിനിടെ ഇടുക്കിയിൽ UDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. കട്ടപ്പന വെട്ടിക്കുഴി കവലയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. കൊട്ടിക്കലാശം അവസാനിച്ചതോടെ വോട്ട് തേടി ഇറങ്ങിയ പ്രവർത്തകർ തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. UDF സ്ഥാനാർത്ഥി ഷൈനി സണ്ണി ചെറിയാന് വേണ്ടി വോട്ട് തേടിയ പ്രവർത്തകരും വിമത സ്ഥാനാർത്ഥി റിൻഡോ സെബാസ്റ്റിനെ അനുകൂലിക്കുന്നവരും തമ്മിലായിരുന്നു കയ്യാങ്കളി. സംഭവത്തിൽ പരിക്കേറ്റവർ ചികിത്സ തേടി. മാവേലിക്കരയിൽ പട്ടാപ്പകൽ വയോധികയുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് 2.5 പവന്റെ മാല പൊട്ടിച്ചു. സഹോദരങ്ങൾ പിടിയിൽ. കണ്ടിയൂർ പള്ളിയിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതിയമ്മയുടെ 2.5 പവന്റെ മാല പൊട്ടിച്ച് കടന്ന സഹോദരങ്ങളാണ് പിടിയിലായത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും മാവേലിക്കര CI സി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള മാവേലിക്കര പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കണ്ടിയൂർ പാട്യാരയത്ത് സിജുഭവനിൽ രഞ്ജുമോളാർ, സിജുമോൻ MR എന്നിവരാണ് പ്രതികൾ. കൊല്ലത്ത് അരുംകൊല. മുത്തശ്ശിയെ കൊച്ചുമകൻ കഴുത്തറുത്തു കൊന്നു. മൃതദേഹം ഒളിപ്പിച്ചത് കട്ടിലിനടിയിൽ. കൊല്ലം ചവറ വട്ടത്തറയിൽ ഇന്ന് രാത്രിയോടെയാണ് സംഭവം. വട്ടത്തറ സ്വദേശി സുലേഖ ബീബിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇവരുടെ കൊച്ചുമകൻ ഷഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുലേഖയുടെ മൃതദേഹം കട്ടിലിനടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. കൊല നടത്തിയതിനു ശേഷം മൃതദേഹം കട്ടിലിനടിയിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം. സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 2 പേർ അറസ്റ്റിൽ. ബംഗളൂരുവിൽ രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ജോസ്, റെക്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ബാംഗ്ലൂരിലെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് രാഹുലിനെ എത്തിച്ചത് ഇവരാണെന്നാണ് പോലീസ് പറയുന്നത്. രക്ഷപ്പെടാൻ ഇവർ ഉപയോഗിച്ച ഫോർച്യൂണർ കാറും പോലീസ് പിടിച്ചെടുത്തു. ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു.